ഹായ് ഓൾ, ആഗ്രഹിക്കുന്നതെന്തും ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വിത്തിട്ടാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും കൊയ്തെടുക്കാം. ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ വാചകങ്ങൾ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ നിരന്തരം കാണുന്നത്, എന്താണോ നിരന്തരം കേൾക്കുന്നത്, അത് നമ്മുടെ ലൈഫായി മാറുന്ന സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തിലെ 2 അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ ആകർഷണ നിയമം വളരെ ലളിതവും രസകരവും പ്രയോജനപ്രദവുമായ രീതിയിൽ ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായ കാന്തിക വലയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ മനസ്സിനാണ്. അതായത് ശക്തമായൊരു കാന്തമാണ് നമ്മുടെ മനസ്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി ആകർഷിക്കാനുള്ള കഴിവ് ഈ കാന്തത്തിനുണ്ട്. നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ കാന്തമെന്ന് മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകളിലൂടെ ഈ കാന്തിക ശക്തി നിങ്ങൾ പ്രകൃതിയിലേക്ക് പ്രസരിപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോ ചിന്തകളും വ്യത്യസ്തമായ ഫ്രീക്വൻസിയിലേക്കാണ് നിങ്ങൾ പ്രസരിപ്പിക്കുന്നത്. പ്രകൃതിയിലേക്ക് ഓരോ വസ്തുക്കൾക്കും സംഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക തരംഗമായി പ്രകൃതിയിലേക്ക് പോകുന്നു. നാം ഒരു കാര്യം കുറേ നേരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തകളുടെ ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസിയോടുകൂടിയ സാഹചര്യങ്ങളെ, വസ്തുക്കളെ, വ്യക്തികളെ നമ്മിലേക്ക് അറിഞ്ഞോ അറിയാതെ ആകർഷിക്കുന്നു. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നാം നിരന്തരമായി ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീക്വൻസി ഉണ്ടാകുന്നു. ആ ഫ്രീക്വൻസിയിൽ നിന്ന് നാം ആകർഷിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക്, അതുപോലെയുള്ള ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പോയ കാലത്തെ നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിന് കാരണമായിട്ടുള്ളത്. അതായത് നല്ല ചിന്തകളാണ് എപ്പോഴും നമ്മുടെ മനസ്സിലെങ്കിൽ നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. ചിന്തകളുടെ മേൽ ബോധപൂർവം ഇന്ന് തന്നെ നാം ഇടപെട്ട് കഴിഞ്ഞാൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായി നേടിയെടുക്കാം. ഈ ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. ഇതിന് വ്യത്യസ്താപിതമായ താല്പര്യങ്ങളോ പക്ഷപാതമായ നിലപാടുകളോ ഒന്നുമില്ല. മനസ്സ് വച്ചാൽ ആർക്കും തന്നെ ഇത് പ്രയോജനപ്പെടുത്താം. നമുക്ക് ആവശ്യമായ സമ്പത്ത്, നേട്ടങ്ങൾ, ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ, ഇവ എണ്ണമറ്റ കാര്യങ്ങളെല്ലാം തന്നെ പ്രകൃതി നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. പ്രകൃതി അതിൻ്റെ എല്ലാ മനോഹാരിതകളും നമുക്കായി കാത്തുവച്ചിരിക്കുമ്പോൾ അവ ലഭിക്കാനായി ആവശ്യമുള്ള ഫ്രീക്വൻസിയിൽ നമ്മുടെ ചിന്തകൾക്ക് രൂപം നൽകുക എന്നത് മാത്രമാണ് നമ്മുടെ ധർമ്മം. ഇതാണ് ആകർഷണ നിയമം വ്യക്തമാക്കുന്നത്. അതായത് നാം ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിനാവശ്യമായ ഫ്രീക്വൻസികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, പെട്ടെന്ന് സമയമെടുത്ത് തന്നെ അത് തയ്യാറാക്കുക. നിരാശയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഒറ്റയടിക്ക് സന്തോഷത്തിലേക്കും ഉത്സാഹത്തിലേക്കും എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നല്ല ഓർമ്മകൾ, നല്ല നിമിഷങ്ങൾ, അഭിമാനം തോന്നിയ സന്ദർഭങ്ങൾ, നിങ്ങളെ ആഴത്തിൽ സ്പർശിച്ച വ്യക്തികൾ, വീണ്ടും വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്ന യാത്രകൾ, ഓർക്കുന്തോറും നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രസകരമായ സംഭവങ്ങൾ, ഇങ്ങനെ എന്തും നിങ്ങൾക്ക് ഈ ലിസ്റ്റിലേക്ക് ചേർക്കാം. സ്ഥിരമായ നല്ല വൈകാരിക അവസ്ഥ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആഗ്രഹിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല, മനസ്സിലേക്ക് വീണ്ടും നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നെന്നിരിക്കട്ടെങ്കിൽ നേരത്തെ തയ്യാറാക്കിയ ലിസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കാം, വായിക്കാം. ആകർഷണ നിയമം എന്നാൽ സ്നേഹത്തിൻ്റെ നിയമം കൂടിയാണ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള തരംഗം പുറപ്പെടുവിക്കുന്ന വികാരമാണ് സ്നേഹം. ഒരാളെക്കുറിച്ച് നാം മോശമായി ചിന്തിക്കുമ്പോൾ നമ്മെ മാത്രമാണത് പരിക്കേൽപ്പിക്കുന്നത്. മോശമായ ചിന്തകൾ മോശമായ ഫ്രീക്വൻസിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ മനസ്സിലുണ്ടാകുമ്പോൾ നാം നെഗറ്റീവായ വ്യക്തികളെ, സംഭവങ്ങളെ, സാഹചര്യങ്ങളെ നമ്മിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങൾ അത്തരമൊരു കെണിയിൽ ചെന്ന് ചാടാതിരിക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അത് മാത്രം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ്റെ 4 രഹസ്യങ്ങൾ കൂടി ഞാൻ പറയാം. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം. ഇതുവരെ മനസ്സിലാക്കിയിരുന്ന ആകർഷണ നിയമത്തിൽ നിന്ന് 3 സ്റ്റെപ്പുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി പഠിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്റ്റെപ്പാണ് ഇൻസ്പയർഡ് ആക്ഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ സഹായിക്കുന്ന 4 സ്റ്റെപ്പുകൾ താഴെ പറയുന്നു. അതായത് ആസ്ക് ചോദിക്കുക, ബിലീവ് വിശ്വസിക്കുക, ഇൻസ്പയർഡ് ആക്ഷൻ, 4th റിസീവ് സ്വീകരിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കുക, അതിനെ കൃത്യമായി നിർവചിക്കുക. അതിൽ അവ്യക്തതയോ ആശയക്കുഴപ്പമോ ഉണ്ടായാൽ ഫലവും അങ്ങനെയായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക, ആവശ്യപ്പെടുക എന്നതാണ് 1ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. 2ാമത്തെ സ്റ്റെപ്പ് വിശ്വസിക്കുക.
പണമടച്ച് എന്തെങ്കിലും നാം ഓൺലൈനിലൂടെ ഓർഡർ ചെയ്താൽ അത് നമ്മിലേക്ക് എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും വേണ്ടത്. നാം ആഗ്രഹിച്ചത് എന്തോ അത് ആഗ്രഹിച്ച നിമിഷം തന്നെ നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും യാഥാർത്ഥ്യമാക്കുക എന്നാണ് ആകർഷണ നിയമത്തിൻ്റെ ധർമ്മം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻസ്പയർഡ് ആക്ഷൻ. വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലരും മറക്കുന്നതുമായൊരു സ്റ്റെപ്പാണിത്. എന്താണ് ഇൻസ്പയർഡ് ആക്ഷൻ? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിനായി നിങ്ങൾ ചെയ്യുന്ന ഏത് ആക്ഷനും ഇതിൽ പെടുന്നു. നാലാമത്തെ സ്റ്റെപ്പ് സ്വീകരിക്കുക, അതായത് റിസീവ്. ഒരിക്കൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് ആഗ്രഹിച്ചാൽ അത് ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന മനോഭാവത്തിൽ അത് കിട്ടുമ്പോഴുള്ള സന്തോഷത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ആയിരിക്കണം എപ്പോഴും. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ലോ ഓഫ് അസംഷനെ കുറിച്ചും വളരെ വിശദമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ചാൾസ് എഫ് ഹാനലിൻ്റെ ദി മാസ്റ്റർ കീ സിസ്റ്റം. ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ തലങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഈ പുസ്തകം തീർച്ചയായും നാം വായിച്ചിരിക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കായി നാം ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾ 5 ലക്ഷം രൂപ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാളെ 5 ലക്ഷം കയ്യിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തരികയില്ല. നിങ്ങളുടെ ആ ലക്ഷ്യം പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലോകത്തെവിടെയോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത്. Bye bye. Take care.